ഹായ്, PMK എജ്യുമീഡിയയിലേക്ക് സ്വാഗതം. ഈ വീഡിയോക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 4 ടൈപ്സ് ഓഫ് ഓൺടർപ്രണേഴ്സ് അക്കോർഡിംഗ് ടു ക്ലറൻസ് ഡാൻഹോഫ്. ക്ലറൻസ് ഡാൻഹോഫ് അദ്ദേഹത്തിന്റെ പഠനത്തിൽ കണ്ടെത്തിയ 4 തരത്തിലുള്ള ഓൺടർപ്രണേഴ്സ് ആരൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തേക്കുക. ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഇവിടെ an interesting distinction about types of entrepreneurs is the one proposed by the author of Clarence Danhof, which classified entrepreneurs into 4 groups based on economic development. അതായത് സാമ്പത്തിക വികസനത്തില് ക്ലറൻസ് ഡാൻഹോഫ് അദ്ദേഹത്തിന്റെ ഒരു കണ്ടെത്തലില് 4 രീതിയിലുള്ള ഓൺടർപ്രണേഴ്സ് ആണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട്. ഹി ബേസ്ഡ് ഹിസ് ക്ലാസിഫിക്കേഷൻ ഓൺ ഹിസ് സ്റ്റഡി അമേരിക്കൻ അഗ്രികൾച്ചർ ആൻഡ് ഹി ഒബ്സർവ്ഡ് ദാറ്റ് ഓൺടർപ്രണേഴ്സ് കുഡ് ബി ക്ലാസിഫൈഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലെവൽ ഓഫ് വില്ലിംഗ്നെസ് ടു ക്രിയേറ്റ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. അതായത് ഓരോ ഓൺടർപ്രണേഴ്സിനും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഐഡിയകൾ ഉണ്ടാവും. അപ്പൊ എത്രത്തോളം അവരുടെ ഇന്നവേറ്റീവ് ഐഡിയാസുകൾ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുള്ളത്. ഇത് അദ്ദേഹം ഒരു അമേരിക്കൻ അഗ്രികൾച്ചർ മേഖലയിലാണ് ഈ ഒരു സ്റ്റഡി അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന 4 ഓൺടർപ്രണേഴ്സ് ഇവരൊക്കെയാണ്. 1 ഇന്നവേറ്റീവ് ഓൺടർപ്രണർ, 2 അഡോപ്റ്റീവ് ഓർ ഇമിറ്റേറ്റീവ് ഓൺടർപ്രണേഴ്സ്, 3 ഫാബിയൻ ഓൺടർപ്രണേഴ്സ്, 4 ഡ്രോൺ ഓൺടർപ്രണേഴ്സ്. ഓക്കെ, ഇനി ഇവർ ആരൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോരുത്തരെയും പരിശോധിക്കാം. ഒന്നാമത്തത് ഇന്നവേറ്റീവ് ഓൺടർപ്രണേഴ്സ്. ഇന്നവേറ്റീവ് ഓൺടർപ്രണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാൻഹോഫ് പറയാണ്, ദീസ് ടൈപ്പ് ഓഫ് ഓൺടർപ്രണേഴ്സ് ആർ വെരി ഇന്നവേറ്റീവ്. ഇത്തരത്തിലുള്ള ഓൺടർപ്രണേഴ്സ് വളരെയധികം ഇന്നവേറ്റീവ് ആയിരിക്കും. എന്താണ് ഇന്നവേഷൻ എന്നറിയാലോ? പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ പുതിയ ആശയങ്ങൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നവരെയാണ് നമ്മൾ ഇന്നവേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരക്കാര് വളരെ ഇന്നവേറ്റീവ് ആയിരിക്കും എന്നാണ് ഡാൻഹോഫ് അഭിപ്രായപ്പെടുന്നത്. ദേ ഷോ എ ഹൈ ടെൻഡൻസി ഓഫ് അണ്ടർടേക്കിംഗ് റിസ്ക്. റിസ്കുകളെ ഏറ്റെടുക്കാനുള്ള ഒരു ഹൈ ടെൻഡൻസി ഇവർ കാണിക്കും എന്നാണ് പറയുന്നത്. ദേ ആർ ജനറലി അഗ്രസീവ് ഓൺ എക്സ്പെരിമെന്റേഷൻ ആൻഡ് ക്ലവർലി പുട്ട് അട്രാക്റ്റീവ് പോസിബിലിറ്റീസ് ഇൻ ടു പ്രാക്ടീസ്. അതായത് ഇവർ വളരെ അഗ്രസീവ് ആയിരിക്കും ഓരോരോ എക്സ്പെരിമെന്റേഷൻ നടത്തുന്നതിനും, അതുപോലെ തന്നെ ഓരോരോ പോസിബിലിറ്റീസുകൾ കണ്ടെത്തി അത് നടപ്പിൽ വരുത്തുന്നതിനുമൊക്കെ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഈ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ആൻ ഇന്നവേറ്റീവ് ഓൺടർപ്രണർ ഇൻട്രൊഡ്യൂസസ് ന്യൂ ഗുഡ്സ് ആൻഡ് ഇനോഗ്രേറ്റ് ന്യൂ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്കവേഴ്സ് ന്യൂ മാർക്കറ്റ് ആൻഡ് റെക്കഗ്നൈസ് ദ എന്റർപ്രൈസ്. ഒരു ഇന്നോവേറ്റീവ് ഓൺടർപ്രണർ പുതിയ ഗുഡ്സുകൾ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ പല പ്രൊഡക്ഷൻ മെത്തേഡ്സുകളും അവർ കൊണ്ടുവരും, അതുപോലെ തന്നെ ന്യൂ മാർക്കറ്റ്സുകൾ അവർ കണ്ടെത്തും. ഇങ്ങനെ പലതരത്തിലുള്ള ആശയങ്ങൾ, അവരുടേതായിട്ടുള്ള ആശയങ്ങൾ അവർ കൊണ്ടുവന്നേയിരിക്കും. ഇൻ ഷോർട്ട്, ഇന്നോവേറ്റീവ് ഓൺടർപ്രണർ ആർ ഓൾവേസ് ഇൻട്രസ്റ്റഡ് ഇൻ ഇൻട്രൊഡ്യൂസിങ് ഇന്നോവേഷൻസ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്നവേറ്റീവ് ഓൺടർപ്രണേഴ്സ് എപ്പോഴും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുവരുന്നതിൽ അവർ മുൻപന്തിയിലായിരിക്കും, അല്ലെങ്കിൽ അതിലായിരിക്കും അവരുടെ താല്പര്യം കൂടുതലായി ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓൺടർപ്രണേഴ്സിനെയാണ് ഇന്നവേറ്റീവ് ഓൺടർപ്രണേഴ്സ് എന്ന് ഡാൻഹോഫ് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഓൺടർപ്രണേഴ്സിലേക്ക് പോവാം. അഡോപ്റ്റീവ് ഓർ ഇമിറ്റേറ്റീവ് ഓൺടർപ്രണേഴ്സ്. ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, അഡോപ്റ്റീവ് അല്ലെങ്കിൽ ഇമിറ്റേറ്റീവ്. മറ്റൊരാളെ അനുകരിക്കുന്ന ഓൺടർപ്രണറെയാണ് നമ്മൾ ഇമിറ്റേറ്റീവ് ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ദീസ് ഓൺടർപ്രണേഴ്സ് അഡോപ്റ്റ് സക്സസ്ഫുൾ ഇന്നോവേഷൻ ക്രിയേറ്റഡ് ബൈ ഇന്നവേറ്റീവ് ഓൺടർപ്രണേഴ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓൺടർപ്രണേഴ്സ് ഏതെങ്കിലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇന്നവേഷൻസ്, അത് മറ്റാരെങ്കിലും കണ്ടെത്തിയിട്ടുള്ള ഇന്നവേഷൻസ് ആയിരിക്കും, അത് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഓൺടർപ്രണറെയാണ് ഇമിറ്റേറ്റീവ് ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ക്രിയേറ്റിവിറ്റിയോ അല്ലെങ്കിൽ ഇന്നവേഷൻസോ ഒന്നും കൊണ്ടുവരുന്നില്ല.
മറ്റാരെങ്കിലും കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ മറ്റാരെങ്കിലും സക്സസ്ഫുൾ ആക്കിയിട്ടുള്ള കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. Imitative entrepreneurs do not innovate the changes themselves. They only imitate techniques and technology innovated by others. അപ്പോൾ ഈ ഇമിറ്റേറ്റീവ് ഓൺടർപ്രണേഴ്സ് അവർ പുതിയ ഇന്നവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ കൊണ്ടുവരുന്നില്ല, മറിച്ച് മറ്റാരെങ്കിലും കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ, ടെക്നിക്കോ ടെക്നോളജിയോ ഒക്കെ അവർ എടുത്ത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ദേ കോപ്പി ആൻഡ് ലേൺ ഫ്രം ദ ഇന്നവേറ്റിംഗ് ഓൺടർപ്രണേഴ്സ്. അപ്പോൾ ഇന്നവേറ്റിംഗ് ഓൺടർപ്രണേഴ്സിന്റെ കാര്യങ്ങളെക്കുറിച്ച് അവർ പഠിക്കുകയും അല്ലെങ്കിൽ അത് കോപ്പി ചെയ്യുകയൊക്കെയാണ് ഇത്തരക്കാർ ചെയ്യുന്നത്. ഇൻ ഹൈലി ബാക്ക്വേർഡ് കൺട്രീസ് ദർ ഈസ് ഷോർട്ടേജ് ഓഫ് ഈവൻ ഇമിറ്റേറ്റീവ് ഓൺടർപ്രണേഴ്സ്. അപ്പൊ എന്താണ് ഇമിറ്റേറ്റീവ് ഓൺടർപ്രണേഴ്സ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്ത ഓൺടർപ്രണേഴ്സിലേക്ക് പോവാം. ഫാബിയൻ ഓൺടർപ്രണേഴ്സ്. എന്താണ് ഫാബിയൻ ഓൺടർപ്രണേഴ്സ് എന്നതുകൊണ്ട് ഡാൻഹോഫ് മുന്നോട്ട് വെക്കുന്നത് നോക്കൂ. ദീസ് ഓൺടർപ്രണേഴ്സ് ആർ ട്രഡീഷണൽ ഇൻ നേച്ചർ. ഇത് പരമ്പരാഗതമായി തുടർന്നു പോരുന്ന അല്ലെങ്കിൽ പരമ്പരാഗത രീതിയിൽ മുന്നോട്ട് പോകുന്ന ഓൺടർപ്രണേഴ്സ് ആണ് ഫാബിയൻ ഓൺടർപ്രണേഴ്സ് എന്ന് പറയാം. ദേ വുഡ് ബി കോഷ്യസ്. ദേ ഐദർ ഇൻട്രൊഡ്യൂസ് ന്യൂ ചേഞ്ചസ് നോർ അഡോപ്റ്റ് ന്യൂ മെത്തേഡ്സ് ഇന്നോവേറ്റഡ് ബൈ അതർ ഓൺടർപ്രണേഴ്സ്. അതായത് മറ്റുള്ള ഓൺടർപ്രണേഴ്സ് കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസുകളോ അല്ലെങ്കിൽ പുതിയ മെത്തേഡ്സുകളോ ഒന്നും ഇവരെന്ത് ചെയ്യുന്നില്ല, അഡോപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇവർ പുതുതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരികയോ ചെയ്യുന്നില്ല. ദേ ആർ ഷൈ ആൻഡ് ലേസി. ഇത്തരക്കാർ വളരെ ഷൈ ആയിരിക്കും, അതുപോലെ തന്നെ ലേസി, മടിയന്മാരും ആയിരിക്കും. ദേ ആർ നോട്ട് മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ റിസ്ക്. അവരൊരിക്കലും റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വരുന്നവരല്ല. ദേ ഫോളോ ഓൾഡ് കസ്റ്റംസ്, ട്രഡീഷൻസ്, സെന്റിമെന്റ്സ് എക്സെട്ര. ഇവര് എപ്പോഴും പഴയ കസ്റ്റംസ്, ട്രഡീഷൻസ്, സെന്റിമെന്റ്സ് ഇതൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരായിരിക്കും. ദേ ചേഞ്ച് ഓൺലി വെൻ ദർ ഇസ് എ ത്രെറ്റ് ടു വേരി എക്സിസ്റ്റൻസ് ഓഫ് ബിസിനസ്. അതായത് ഇവർ അവരുടെ ബിസിനസ്സിൽ എപ്പോഴാണ് മാറ്റം വരുത്തുക എന്ന് പറഞ്ഞാൽ അവരുടെ നിലനിൽപ്പിന് എന്തെങ്കിലും ഭീഷണി ഉണ്ടാവും എന്ന് തോന്നുമ്പോഴാണ് അവരവരുടെ ബിസിനസ്സിനകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ അവർ ആ ഒരു പഴയ മെത്തേഡിലൂടെ ഇങ്ങനെ ഫോളോ ചെയ്തു പോകുന്നവരാണ് ഫാബിയൻ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഓൺടർപ്രണേഴ്സിലേക്ക് പോവാം. ഡ്രോൺ ഓൺടർപ്രണേഴ്സ്. ഡ്രോൺ ഓൺടർപ്രണേഴ്സ് ആർ ദോസ് ഹു റെഫ്യൂസ് ടു അഡോപ്റ്റ് ആൻഡ് യൂസ് ഓപ്പർച്യൂണിറ്റീസ് ടു മേക്ക് ചേഞ്ച് ഇൻ പ്രൊഡക്ഷൻ. അതായത് പ്രൊഡക്ഷൻ മേഖലയിൽ പലതരത്തിലുള്ള ചേഞ്ചസ് കൊണ്ടുവരുന്നതിലും അല്ലെങ്കിൽ അത് അഡോപ്റ്റ് ചെയ്യുന്നതിലൊക്കെ റിഫ്യൂസ് ചെയ്യുന്ന ഓൺടർപ്രണറെയാണ് നമ്മൾ ഡ്രോൺ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ദേ വുഡ് നോട്ട് ചേഞ്ച് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ ഓൾറെഡി ഇൻട്രൊഡ്യൂസ്ഡ്. അതായത് ഒരു തവണ അവരൊരു മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനകത്തൊരു മാറ്റം വരുത്താൻ അവരെന്ത് ചെയ്യുന്നില്ല, തയ്യാറാവുന്നില്ല. ദേ ഫോളോ ദ ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ. അവരെപ്പോഴും ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അതിങ്ങനെ ഫോളോ ചെയ്തു പോരുകയാണ് ചെയ്യുക. ദേ മേ ഈവൻ സഫർ ലോസസ് ബട്ട് ദേ ആർ നോട്ട് റെഡി ടു മേക്ക് ചേഞ്ചസ് ഇൻ ദെയർ എക്സിസ്റ്റിംഗ് പ്രൊഡക്ഷൻ മെത്തേഡ്. ഒരുപക്ഷെ നഷ്ടം സഹിക്കാൻ അവർ തയ്യാറാണ്, പക്ഷേ എന്നിരുന്നാൽ പോലും അവരെന്ത് ചെയ്യുന്നില്ല, പ്രൊഡക്ഷൻ മെത്തേഡ്സിൽ മാറ്റം വരുത്താൻ അവർ തയ്യാറല്ല. ദേ ആർ നോട്ട് പ്രിപ്പയർഡ്. They are called laggards because they continue to operate in their traditional way and resist changes. അപ്പോൾ ഇത്തരക്കാരെ വിളിക്കുന്നത് ലഗേർഡ്സ് എന്നാണ്. ലഗേർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്ത ആൾക്കാർ എന്നൊക്കെയുള്ളൊരു അർത്ഥത്തിലാണ്. എന്തുകൊണ്ടാണ് ഇവരെങ്ങനെ വിളിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രഡീഷണൽ വേയിൽ മാറ്റം വരുത്താനൊന്നും അവർ സമ്മതിക്കില്ല. അത് മാത്രമല്ല, ചേഞ്ചിനെയൊക്കെ അവർ റെസിസ്റ്റ് ചെയ്യുകയും ചെയ്യും, അതായത് അതിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതക്കാരാണ്. അപ്പം അങ്ങനെയുള്ളത് കൊണ്ടാണ് അവരെ ലഗേർഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ഓൺടർപ്രണറെയാണ് നമ്മൾ ഡ്രോൺ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് ക്ലറൻസ് ഡാൻഹോഫിൻ്റെ 4 തരത്തിലുള്ള ഓൺടർപ്രണേഴ്സ്. ഈ ഒരു ഏരിയ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കുക. ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.